ഇന്ന് നമുക്ക് നല്ലൊരു തിരണ്ടിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല കുറുകിയ ചാറോടുകൂടെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫിഷ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ മസാലകൾ തയ്യാറാക്കാം. ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരമുറി തേങ്ങ ചിരുകിയതും 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ തേങ്ങ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത നോക്കി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ നല്ല രീതിക്ക് ഇതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ നല്ല രീതിക്ക് പൊടിച്ചു മാറ്റി വെക്കാം. ഇനി കറി വെക്കുന്നതിനായിട്ട് ഇതുപോലൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഒരു 7-8 ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഏകദേശം വഴണ്ട് ഈ ഒരു രീതിയായി വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതായ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ചെറു തീയിലിട്ട് ഏകദേശം 1 മിനിറ്റോളം സമയം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ 2-3 കുടംപുളി ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് വെള്ളവും പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കല്ലുപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നതിനായിട്ട് വെക്കാം. ഇതുപോലെ നല്ല വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന തിരണ്ടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ മീൻ പലയിടങ്ങളിലും പല പേരാണ് പറയുന്നത് അല്ലേ. ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരച്ചി മീനെന്നാണ് പറയുന്നത്. ചെറുപ്പം തൊട്ടേ ഞാനിവിടെ തിരച്ചി മീനെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് ഒരു 10 മിനിറ്റോളം സമയം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ചെറു തീയിലിട്ട് വേണം ഈ മീൻകറി ഒന്ന് വേവിക്കാൻ. നമ്മുടെ അരപ്പൊക്കെ നല്ലത് കൂടിയിട്ടുള്ളതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ എണ്ണയല്ല കേട്ടോ. നമ്മൾ ഈ ഇതുപോലുള്ള മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ നല്ല ഉണങ്ങിയ തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിൽ ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് ഈ മീൻകറി തയ്യാറാക്കിയിരിക്കുന്നത്. ചോറിനൊപ്പം ആയിരുന്നാലും ചപ്പാത്തിക്കൊപ്പം ഒക്കെ ആയിരുന്നാലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി മീൻകറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയതായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് വന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ഇതുവരേക്കും എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പുതിയ റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.